വെൽക്കം ടു ട്വിൻസ് ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പ് പ്രഥമനാണ്. ഇത് വളരെ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാം. അപ്പോൾ അത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചെറുപരിപ്പാണ് എടുക്കുന്നത്. അത് ഏകദേശം ഒരു 250 ഗ്രാമാണ്. പിന്നെ ശർക്കര അതിന് ഡബിളായിട്ട് എടുക്കണം. ഒരു 500 മുതൽ 600 ഗ്രാം വരെ എടുക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു മധുരം കിട്ടുന്നത്. പിന്നെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കിസ്മിസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് എടുക്കാം. അതായത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് ചേർക്കാം. അതായത് നമുക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുക്കുമ്പോൾ നമ്മൾ ചേർക്കുക. ഓക്കെ. പിന്നെ ഇതാണ് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കാം. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ചെറുപരിപ്പില്ലേ അത് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ഈ ചെറുപരിപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 250 ഗ്രാം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റണം. ഓക്കെ. നല്ല ഇതായിട്ട് വരുന്നത് നമുക്കൊരു കടിക്കാൻ പാകമാകുന്ന തരത്തിൽ ഉള്ള ഇതായിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് ഒരു ഇതാകുന്ന വരെ നമുക്ക് കടിക്കാൻ പറ്റുന്ന ആ ഒരു പാകമാകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പരിപ്പ് ഫുള്ളായ ശേഷം നമ്മളിത് കഴുകിയെടുക്കണം. കാരണം നമ്മൾ പ്രഥമനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് അടിഞ്ഞു പോകും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, പരിപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം കല്യാണത്തിനൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം ഇത് വറക്കും, പിന്നെ അത് കഴുകിയെടുക്കും. ഓക്കെ. ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം ആക്കി വെച്ച പാത്രത്തിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതായത് നമ്മൾ ഫുൾ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് കഴുകിയെടുക്കുന്നത്. ഓക്കെ. നമ്മളൊരു പരിപ്പൊക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യും. ഇത് നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. കാരണം നമ്മൾക്ക് അതിൻ്റേതായൊരു പുകയൊക്കെ വരുന്ന ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് വിറകടുപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് 1.5 മണിക്കൂറാണിത് കുക്ക് ചെയ്ത് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1-ാം പാലൊക്കെ ഒഴിച്ച് ഇതാകുമ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആവും ഇന്ന് വെന്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. ഇത് സാധാരണ കല്യാണ വീടുകളിലൊക്കെ ഉരുളിയിലാണ് വെക്കുന്നത്. പക്ഷെ നമ്മളിത് കുറച്ച് ആളുകൾ മാത്രമേ ആയതുകൊണ്ട് സാധാരണ ഒരു അലൂമിനിയം പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ 3-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ 3-ാം പാലിൽ വേവണം. അപ്പം 3-ാം പാലിലാണ് ആദ്യം നമ്മുടെ പരിപ്പ് വേവുന്നത്. അപ്പം ഇത് നമ്മുടെ 3-ാം പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ നേരത്തെ നമ്മൾ കഴുകി വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പരിപ്പ് ചേർക്കുക. നന്നായിട്ട് അതിൽ വേവണം. നന്നായിട്ട് ഇളക്കി പിന്നെ അത് വേവാൻ വേണ്ടി വെക്കാം. അപ്പോഴാണ് ഇത് പ്രഥമൻ ആയിട്ട് വരാനുള്ള സമയം. എന്നാലാണ് നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ പരിപ്പ് ഇങ്ങനെ വേവെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ 2-ാം പാൽ ഒഴിക്കും. അപ്പോഴേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 500 ഗ്രാം മുതൽ 600 ഗ്രാം വരെയാണ് ശർക്കര ഇവിടെ എടുത്തിട്ടുള്ളത്. അതാണ് കറക്റ്റ് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ശർക്കര പാനി ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇതായ ശേഷം നമ്മളിത്
അരിച്ചെടുക്കണം. ഇത് മറ്റേ കല്ലും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ വീട്ടിലൊക്കെ ശർക്കരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ശർക്കര ഇതായത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർക്കുകയാണ്. അതിൽ കുറച്ച് അതേ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഇതായിട്ട് ഒഴിക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ആ സമയം നമ്മൾ ഈ ശർക്കരപ്പാനി ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതിലെ കല്ലും ഇതൊക്കെ നമ്മൾ ഇത് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ഇതായിട്ട് ഈ പായസം വരും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 1.5 മണിക്കൂറാണ് ഇത് എല്ലാം ആയിട്ട് വരുന്ന സമയം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കല്യാണത്തിനൊക്കെ കാണുന്ന ടൈപ്പ് പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എനിക്കിപ്പോൾ പെട്ടെന്നാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 1.5 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. ഇതിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് ഏലക്കായ ചതച്ചതും അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ചേർക്കാം.